ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ അടുത്ത് വന്നേക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. അതിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഒരു ചെറിയ അറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് പുതിയ സീനിയർ ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. അത്യാവശ്യം എല്ലാ വർക്കുകളും അറിയാവുന്ന സീനിയർ ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ചാനലിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2 ജൂനിയർ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേ കോൺടാക്റ്റിലേക്ക് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് CV അയക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓൺ ജോബ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ സ്കാൻ ടൂൾ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. സെൻസർ, ആക്ച്വേറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഓൺ ജോബ് ട്രെയിനിങ്ങിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പം ജൂനിയേഴ്സായിട്ട് വരാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ട്രെയിനിങ് ടെക്നീഷ്യന്മാരായിട്ട് ആയിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം കൂടിയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡീസൽ മെക്ക് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പോളിടെക്നിക് കഴിഞ്ഞിട്ടുള്ളവർക്ക് നല്ലൊരു ചാൻസാണ്. സീനിയർ ടെക്നീഷ്യൻസ് ആണെങ്കിലും അവർക്ക് കൂടുതൽ മുന്നോട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിലായിരിക്കും സാലറിയും കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. അപ്പം ന്യായമായിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ നമുക്ക് ഫസ്റ്റ് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൺഫേം ചെയ്യുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറവം, പെരുവ, കൂത്താട്ടുകുളം, ഇലഞ്ഞി, മോനിപ്പള്ളി നിയർ ബൈ ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. കാരണം ഏരിയ അടുത്താണ്. അതല്ല ദൂരെ നിന്നുള്ള നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള നല്ല താല്പര്യമുള്ള ആൾക്കാരായിട്ടുള്ള ടെക്നീഷ്യൻസിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് താമസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് ടൊയോറ്റയുടെ അർബൻ ക്രൂസറാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർക്ക് ലാമ്പ് വർക്ക് ആകത്തില്ല. ഫ്രണ്ടിലെയും ബാക്കിലത്തെയും പാർക്ക് ലൈറ്റ്സുകൾ, അതേപോലെ നമ്മുടെ നമ്പർ പ്ലേറ്റിലെ ലാമ്പുകളൊന്നും തന്നെ വർക്ക് ആകുന്നില്ല. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ക്ലസ്റ്ററിൽ കാണുന്നതിനൊക്കെ നമുക്ക് ഗ്രീൻ ലൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ക്ലസ്റ്ററിൽ ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ വേറെ എങ്ങും തന്നെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്സിൽ വരുന്ന പാർക്ക് ലൈറ്റുകളോ ബാക്കിലെ പാർക്ക് ലാമ്പുകളോ നമ്മുടെ നമ്പർ പ്ലേറ്റിലെ ലാമ്പുകളോ ഒന്നും തന്നെ നമുക്ക് വർക്കിംഗ് അല്ല ഈ ഒരു വണ്ടിയിൽ. അപ്പം അത് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ പാർക്ക് ലാമ്പും കാര്യങ്ങളൊന്നും തന്നെ വർക്കാകുന്നില്ല. നമ്പർ പ്ലേറ്റിലെ ലാമ്പ്സ് ഒന്നും തന്നെ വർക്കാകുന്നില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു ഫ്യൂസ് ബോക്സ് അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന യാതൊരുവിധ ഫ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ അടുത്ത ഫ്യൂസ് ബോക്സ് എവിടെയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ റൈറ്റ് സൈഡിൽ വരുന്ന പല വണ്ടികൾക്കും ഈ സംഭവം ഈ ഒരു വണ്ടിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇതിന് ഫ്യൂസ് കാരിയർ വന്നേക്കുന്നത്. നമ്മുടെ ക്യാബിൻ ഫ്യൂസ് കാരിയർ വന്നേക്കുന്നത് ഇതിനകത്താണ്. നമ്മുടെ ഗ്ലോ ബോക്സ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്യൂസ് കാരിയർ നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്യൂസ് കാരിയറിനകത്താണ് ഈ ഒരു നമ്മുടെ റിലേറ്റ് ചെയ്യുന്ന ഫ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നമ്മൾ അടിയിൽ നിന്ന് കറക്റ്റായിട്ട് അഴിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഒരു കവറിങ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അഴിച്ചെടുത്തിട്ട് ഫ്യൂസ് കാരിയറിൻ്റെ കേസിങ് അഴിച്ചെടുത്ത് നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇതിൻ്റെ ഫ്യൂസ് കാരിയറിൻ്റെ കവർ അഴിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഫ്യൂസിൻ്റെ ഒരു ബോർഡ് കാരിയർ നമുക്കിതിനകത്ത് കാണാം. അപ്പം അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണക്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇനി ഏതാണ് ഫ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ കവറിൽ വന്നേക്കുന്ന ഫ്യൂസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ടെയിൽ 10 ആംപിയർ എന്ന് പറഞ്ഞേക്കുന്ന സംഭവം, പിന്നെ DL എന്ന് പറഞ്ഞേക്കുന്ന 20 ആംപിയറിൻ്റെ ഈ 2 ഫ്യൂസ് ആവാനാണ് കൂടുതൽ സാധ്യത. എന്നിരുന്നാലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ടെയിലിൻ്റെ ഫ്യൂസ് 10 ആംപിയറിൻ്റെയാണ്. നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെയിൽ ലാമ്പ് എന്നുള്ള ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 10 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി അത് ബ്ലോൺ ആണ്. ഫ്യൂസ് അടിച്ച് പോയിട്ടുണ്ട്. ഫ്യൂസ് കാണിച്ചു തരാം. ഇതുപോലെ ഫ്യൂസ് അടിച്ച് പോയേക്കുന്ന ഫ്യൂസാണ്. ഫ്യൂസ് പോകണമെങ്കിൽ ഇറ്റ് മീൻസ് എവിടെയെങ്കിലും സർക്യൂട്ടിൽ ഷോർട്ട് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റിനകത്ത് എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഫ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്തെങ്കിലും കെട്ടിയിട്ട് നോക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ഫ്യൂസ് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് 10ൻ്റെ ഒരു ഫ്യൂസ് ഇട്ടു, അടിച്ചു പോയി. 15ൻ്റെ ഒരു ഫ്യൂസ് ഇട്ടു, അതും അടിച്ചു പോയി. വിച്ച് മീൻസ് എവിടെയോ ഷോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ൻ്റെ ഫ്യൂസ് അല്ലെങ്കിൽ 10ൻ്റെ ഫ്യൂസ് നമ്മൾ കെട്ടിയിട്ടിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പാർക്ക് മാത്രമാണ്. ഹെഡ് ലാമ്പോ കാര്യങ്ങളൊക്കെ ഒന്നും ബ്രേക്ക് ലാമ്പിനൊന്നും വേറെ ഇഷ്യൂ ഇല്ല. അപ്പം പാർക്ക് എന്നുള്ള സംഭവമാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് 2 സൈഡിലത്തെ ഹെഡ്ലൈറ്റിലെ കപ്ലേഴ്സ് നമുക്ക് പാർക്ക് ബൾബ് സെപ്പറേറ്റ് ആയിട്ടുള്ള വരുന്നത്. ഇതിന് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 2 സൈഡിലത്തെ കപ്ലേഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു. ഇതേപോലെ തന്നെ ടെയിൽ ലാമ്പിലെ കപ്ലേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്യൂസ് കൊടുത്ത് നോക്കിയിട്ട് ഫ്യൂസ് അടിച്ച് പോകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ആ ഒരു കണ്ടീഷനിൽ ഫ്യൂസ് അടിച്ച് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫർദർ നോക്കേണ്ടി വരും. ഫ്യൂസ് അടിച്ച് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഓരോ ലാമ്പുകൾ ഫിറ്റ് വന്നുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ലാമ്പ് കൊടുക്കുമ്പോഴാണോ പ്രശ്നം വരുന്നത് അവിടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തു. ഇവിടെ നമുക്ക് റിയർ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതേപോലെ ഡിക്കിയിൽ വന്നേക്കുന്ന പാർക്ക് ലാമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിക്കിയിൽ റൈറ്റ് സൈഡിൽ വന്നേക്കുന്ന പാർക്ക് ലാമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൈഡ് ഓക്കെയാണ്.
ഇനി റൈറ്റ് സൈഡിലത്തെ കണക്ഷൻ കൂടി നമുക്ക് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. റിയർ റൈറ്റ് സൈഡിലേക്ക് വന്നേക്കുന്ന കണക്ഷൻ നമ്മൾ കൊടുത്തു, അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കണക്ഷൻ രണ്ടാമത് കൊടുത്തു, വർക്കിംഗ് ആണ്. നമ്പർ പ്ലേറ്റിലെ ലാംപ്സ് ഈ കാണുന്ന കണക്ക് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇറ്റ് മീൻസ് നമുക്ക് ഫ്രണ്ടിൽ എവിടെയാണ് ഇഷ്യൂ. അപ്പോൾ ഫ്രണ്ട് നമ്മൾ റൈറ്റും ലെഫ്റ്റും രണ്ട് സൈഡ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെയും ഫ്യൂസ് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. കൊടുത്ത് ഏതാണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ ഫ്യൂസ് അടിച്ച് പോകുന്നുണ്ട്. ഇറ്റ് മീൻസ് റൈറ്റ് സൈഡിലത്തെ പാർക്ക് ലാമ്പ്, അതായത് ഇതിനകത്ത് DRLൻ്റെ ഒരു ഷേപ്പിൽ, അതായത് നീളത്തിൽ ഇങ്ങനെ ഒരു റൈറ്റ് മാർക്ക് പോലത്തെ ഒരു ഷേപ്പിലാണ് ഇതിനകത്ത് ലൈറ്റ് വരുന്നത്. അത് കൊടുക്കുമ്പോഴാണ് ഈ ഫ്യൂസ് അടിച്ച് പോകുന്നത്. അത് കൊടുത്ത് ഏതാനും ചില സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് ഉള്ളിലായതുകൊണ്ട് അയച്ച് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുള്ള് അസംബ്ലി ലൈറ്റ് മാറ്റേണ്ടതായിട്ട് വരും. നേരത്തെ ഇത് അടിച്ച് പോയതുകൊണ്ട് പാർക്ക് ലാമ്പ്, നമ്മുടെ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോഗ് ലാമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മൾ കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന എനിക്ക് സംഗതി ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് യാതൊരുവിധ വേറെ ഇഷ്യൂ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ചെറിയൊരു ഷോട്ടിങ്, പക്ഷേ നമ്മൾ ഇച്ചിരി ചുറ്റിച്ചു. ഈ കാണുന്ന ഈ നീളത്തിൽ ഇങ്ങനെ റൈറ്റ് മാർക്ക് പോലെ വന്നേക്കുന്ന ഈ ഒരു റണ്ണിങ് ലാമ്പ്, ഡേ ടൈം റണ്ണിങ് ലാമ്പ് വിത്ത് പാർക്ക് ലാമ്പ് ഒരു അസംബ്ലി ആയിട്ടാണ് വരുന്നത്. അതിനാണ് ഇഷ്യൂ. നമ്മളെങ്ങനെ കണക്ടർ കൊടുത്താലും ഈ ലൈറ്റ് വർക്കാകത്തില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്യൂസ് അടിച്ച് പോകും. അപ്പോൾ ഈ ലൈറ്റ് വർക്കാവാത്തത് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും ഷോട്ടിങ് ഉള്ളതുകൊണ്ടാണ്. എനിക്ക് നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് ലൈറ്റ് ഫംഗ്ഷനിങ് ആണ്, ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോക്കറ്റ് ഊരിയ ലൈറ്റ് കെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നിസ്സാരം ഫ്യൂസ്, വെറും പാർക്ക് ലാമ്പിൻ്റെ ഫ്യൂസ് പോയി. പക്ഷേ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇതുപോലെ കപ്ലേഴ്സ് അഴിച്ചും കൊടുത്തുമൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അപ്പോൾ അർബൻ ക്രൂസറിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉപകരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് കണക്ടർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ലൈറ്റ് ക്ലോസ് ചെയ്യുകയും കെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കണക്ടർ കൊടുക്കുമ്പോൾ ലൈറ്റ് കെട്ട് പോകുന്നുമുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മളെങ്ങനെയൊക്കെ കൊടുത്താലും കാര്യമില്ല, പക്ഷേ നേരെ മറിച്ച് ഫ്യൂസ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ താൽക്കാലികമായിട്ട് 15 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇട്ട് ടെസ്റ്റിംഗ് പർപ്പസിനായിട്ടാണ് ഇട്ടേക്കുന്നത്. സംഭവം കയറ്റിയിട്ടുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത് ടെസ്റ്റ് പാസ് ആണെങ്കിൽ കറക്റ്റ് 10 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് മേടിച്ചിട്ട് ബോക്സും കാര്യങ്ങളെല്ലാം തിരിച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലത്തെ ആ DRLൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ പാർക്ക് ലാമ്പിൻ്റെ കണക്ഷൻ താൽക്കാലികമായിട്ട് നമുക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഫുൾ അസംബ്ലി ലൈറ്റ് മാറേണ്ടി വരും, അല്ലെങ്കിൽ അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം താൽക്കാലികമായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു DRLൻ്റെ മാത്രം കണക്ഷൻ റിമൂവ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അർബൻ ക്രൂസറിലോ അല്ലെങ്കിൽ ബ്രസായിക്കോ, കാരണം നമുക്ക് അറിയാം രണ്ടും സെയിം പ്ലാറ്റ്ഫോമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികൾ ഷെയർ ചെയ്ത് ഇറക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് നമുക്കറിയാം. ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ട്, ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് ഇതിൽ നിന്ന് സോൾവ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.